ഇവിടെ വിദ്യാർത്ഥികൾക്ക് സ്കില്ലുകളില്ലാത്തൊരു പ്രശ്നമില്ല. സ്കില്ല് നേടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത പ്രശ്നവും ഇവിടെ ഇല്ല. പകരം നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് അവരറിയുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് അവരെത്തിപ്പെടുന്നില്ല എന്നൊരു പ്രശ്നമാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത്തരം ഒരു ചെറിയ ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മൾ രണ്ടുപേരും കേരളത്തിൽ നിന്ന് പുറത്തു പോയി പഠിച്ച ആൾക്കാരാണ്. കേരളത്തിലെ ഒരു അക്കാദമിക് അറ്റ്മോസ്ഫിയറും അതുപോലെ പുറത്തുള്ള ഒരു അറ്റ്മോസ്ഫിയറും നമുക്ക് ഒരു ചെറിയൊരു കമ്പാരിസൺ ഇട്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ്, പൊതുവിൽ നമ്മൾ പഠിക്കാനെടുക്കുന്ന സമയം, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, പക്ഷേ നമ്മളൊരു ലാർജ് എമൗണ്ട് ഓഫ് ഓഡിയൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഞാൻ HUലാണ് പഠിച്ചത്, PG HUലാണ് ചെയ്തത്. അപ്പോൾ പൊതുവിൽ കേരള സ്റ്റുഡൻസ് അത്രത്തോളം സമയം പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല, കമ്പാരിറ്റീവ്ലി അത്രത്തോളം പഠിക്കാൻ സമയം ഇൻവെസ്റ്റ് ചെയ്യില്ല. പക്ഷേ പുറത്തുള്ള കുട്ടികൾ അങ്ങനെയല്ല, അവർ നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്യും, ഭയങ്കര ടൈം മാനേജ്മെൻറ്റാണ്. എസ്പെഷ്യലി അറ്റ്ലീസ്റ്റ് എൻ്റെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് രാജസ്ഥാനിലുള്ള കുട്ടികൾ, തെലങ്കാനയിലുള്ള കുട്ടികൾ, പിന്നെ ഡൽഹി ബേസ്ഡ് കുറച്ച് കുട്ടികൾ, ഇവരൊക്കെ നല്ല ടൈം മാനേജ്മെൻറ്റാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് ഡിഗ്രിക്ക് അവർ ഹാബിറ്റ് ശീലിച്ചിട്ടുണ്ട്. കുറേ സമയം ഇരുന്ന് പഠിക്കും, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യും, പ്ലസ് അവർ എല്ലാ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കും. അങ്ങനെ പ്രോഗ്രാംസ് ഇല്ലാതെ നിൽക്കുന്നില്ല, നല്ല ടൈം മാനേജ്മെൻറ്റാണ് ഒരു പൊതുവെ പഠിച്ചത്. എനിക്കൊന്നൊരു ഹാബിറ്റാണ്, മേ ബി ഓരോ കോളേജിന് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചിട്ടോ പ്രയോറിറ്റി എന്ന് പറയാം. മേ ബി പ്രയോറിറ്റി ആയിരിക്കും. സോ ആ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഫീൽ ചെയ്യാനുള്ള കാരണം, ആ വർഷം യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആരും അങ്ങനെ പഠിക്കുന്ന ആളുകൾ അതിലാരും ഇല്ല പ്രത്യേകിച്ചിട്ട്. മേ ബി ഉണ്ടാവട്ടെ, മേ ബി നെക്സ്റ്റ് ഇയർ ഒക്കെ വന്നിരിക്കാം. പക്ഷേ എനിക്ക് ജനറൽ അതങ്ങനെ കാണാൻ പറ്റി, അത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, അവർക്ക് എക്സ്പോഷർ കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച കുട്ടികളും അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികളൊക്കെ 3 വർഷം 4 വർഷമൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ, അവരേതെങ്കിലും ഇൻറ്റേൺഷിപ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കമ്പനികളിൽ ജോയിൻ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് എക്സ്പീരിയൻസോ ആയിട്ടാണ് PGക്ക് വന്നിട്ടുള്ളത്. ഞാൻ MBA ആണ് പഠിച്ചത് PGക്ക്. സോ അവർ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ കേരളത്തിൽ നിന്ന് പോയ ആരും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എല്ലാവരും ലൈക്ക് ഫ്രഷ് ഔട്ട് ഓഫ് കോളേജാണ്, അല്ലെങ്കിൽ 1 ഇയർ റിപ്പീറ്റ് ചെയ്തിട്ട് പോകുന്ന ആളുകളാണ്. സോ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ ലൈക്ക് എന്താ പറയുക, കോളേജ് കഴിയുമ്പോൾ തന്നെ കമ്പനീസ് വരും, ചെറിയ ഇൻറ്റേൺഷിപ്സ് ഓഫർ ചെയ്യും, അല്ലെങ്കിൽ ചെറിയ സാലറിക്ക് ജോബ്സൊക്കെ ഓഫർ ചെയ്തിട്ട് കമ്പനികളിൽ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല കമ്പനീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ തെലങ്കാനയിൽ ഒരു സാധാ കോളേജ് പഠിച്ച കുട്ടിയൊക്കെ കോഗ്നിസൻറ്റിലൊക്കെ വർക്ക് ചെയ്ത് വന്നായിരുന്നു. സോ ആ ഒരു എക്സ്പോഷർ നമുക്കെല്ലാം തോന്നിയിട്ടുണ്ട്. നമ്മൾ ജനറലി സ്റ്റുഡൻസിൻ്റെ വിദ്യാർത്ഥികളുടെ ഒരു കാര്യം പ്രത്യേകിച്ചും ഒരു ഡിഗ്രി കാലയളവ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏജ് പീരീഡിലുള്ള സ്റ്റുഡൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അവർ ലാക്ക് ചെയ്യുന്ന, അവർക്ക് കുറവായിട്ട് അവരിൽ കുറവുണ്ട് എന്ന് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിൽസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന ഒരു സിനാരിയോ പ്ലസ് നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ ഒരു ക്യാപ്പബിലിറ്റീസും കോളേജിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ ക്യാപ്പബിലിറ്റീസും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. മെയിൻലി ആ ഒരു ഡിഫറൻസ് കൊണ്ടാണ് നമുക്ക് അധികം ജോബൊന്നും പെട്ടെന്ന് കിട്ടാതിരിക്കാനുള്ള കാരണം. ഇപ്പോൾ നമ്മൾ 3 വർഷത്തെ ഡിഗ്രി കോഴ്സായാലും 4 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സുകളായാലും നമ്മൾ പഠിച്ചിറക്കുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് 3 സ്കിൽസാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേണ്ടത്. 1 കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ല രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. 2 സോഫ്റ്റ് സ്കിൽസ്, 3 സബ്ജക്റ്റ് നോളേജ്. ഇതിൽ ഈ സബ്ജക്റ്റ് നോളേജ് നമ്മൾ കോളേജ് പഠിച്ചിറക്കുമ്പോഴത്തേക്ക് കിട്ടും. പക്ഷേ ബാക്കി 2 ഫാക്ടേഴ്സ് നമ്മൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ലൈക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല പെട്ടെന്നുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നല്ല സോഫ്റ്റ് സ്കിൽസൊക്കെ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മളെ മനസ്സിലുള്ള സാധനം നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് ഇംഗ്ലീഷും. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ തന്നെ വരുന്ന ഭാഗമാണ് ഇംഗ്ലീഷും. അപ്പോൾ ഞാനൊക്കെ സാധാ മലയാളം മീഡിയത്തിൽ തന്നെയാണ് പഠിച്ച് വന്നത്. അപ്പോൾ എനിക്ക് ഡിഗ്രി പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ അത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നില്ല. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു PGക്ക് അഡ്മിഷന് വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള സാധനങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. സോ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഇംഗ്ലീഷ്. നമ്മളെ വൊക്കാബുലറീസ്, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കൈ കൊടുക്കുന്ന ആ ഒരു മെത്തേഡ്, കണ്ണിൽ നോക്കി സംസാരിക്കുന്നത്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. സോ ഇത് നമ്മൾ നല്ല വൃത്തിക്ക് നമ്മൾ ഫൗണ്ടേഷൻ വേണം. ഇത് നമ്മൾ നല്ല എഫേർട്ട് ഇട്ടത് നമ്മൾ ശരിയാക്കണം. നമ്മൾ കോളേജിൽ പോകുമ്പോൾ മേ ബി എക്സാമിൻ്റെ 1 മന്ത് മുമ്പോ അല്ലെങ്കിൽ 2 മന്ത് മുമ്പോ ഇരുന്നിട്ട് നമുക്ക് മേ ബി സിലബസ് പഠിച്ചെടുത്ത് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. അതിന് കുറച്ച് സമയം വേണം, കുറച്ച് ട്രിക്സും ഉണ്ട് അതിന്. ഇപ്പം ഞാൻ യൂസ് ചെയ്തൊരു മെത്തേഡ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് എങ്ങനെ ചെയ്യാന്നുള്ളത് യൂട്യൂബ് ചെയ്ത് നോക്കി. അപ്പോൾ സ്റ്റാൻഫോർഡിൻ്റെ ഒരു വീഡിയോ കണ്ടു, ഹൗ ടു ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെതോ സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ് അങ്ങനെ എന്താണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്.
സോ അത് കണ്ടു, ഞാനതിൽ പോയി നോക്കി. അപ്പോൾ അവർ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അത്ര സ്ട്രോങ് അല്ലാതെ കുറച്ച് വീക്കായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഒരു ഇമ്പ്രഷൻ വരും. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ വേറെ ഇമ്പ്രഷൻ വരും. സോ ഇതൊക്കെ ഫാക്ടേഴ്സാണ്. കണ്ണിലോക്കി സംസാരിക്കുമ്പോൾ വേറെ ഇമ്പ്രഷനാണ്, നമ്മളിങ്ങനെ നിലത്തോക്കി സംസാരിക്കുകയാണെങ്കിൽ വേറെ ഇമ്പ്രഷനാണ്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, യൂട്യൂബ് ചെയ്താൽ മതി. ആ ഒരു 45 മിനിറ്റ്സ് എന്ന് തോന്നുന്ന ആ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ നല്ല രീതിക്ക് എഫേർട്ട് എടുത്തു, പ്രാക്ടീസ് ചെയ്തു. കുറേ ടെക്നിക്സ് ഉണ്ട്. നമ്മൾ കണ്ണാടിയിലൂടെ സംസാരിക്കുക, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുക, ലൈക്ക് ഒരുപാട് വേസ് ഉണ്ട്. സോ ഏതെങ്കിലും ഒരു വേസ് എടുക്കുക, നമ്മൾ അപ്രോച്ച് ചെയ്യുക, നമ്മളൊരു ടൈം ഡേ ഷെഡ്യൂൾ ചെയ്യുക. ഇപ്പോൾ ചാറ്റ് ജിപിടിയിലൂടെ നമ്മൾ ചോദിച്ചാൽ മതി എത്ര സമയം എടുക്കും എനിക്കിങ്ങനെ സ്കില്ലൊക്കെ, അല്ലെങ്കിൽ വോയിസ് ഓണാക്കി സംസാരിക്കുക. ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംസാരിക്കുക, എന്നിട്ട് നമ്മൾ പറയാം ഇതാണ് എൻ്റെ ഇംഗ്ലീഷിലുള്ള സ്കിൽസ്, ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര സമയം എടുക്കുക ഡെവലപ്പ് ചെയ്യാൻ. ഫോളോ ചെയ്യുക, നമ്മൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി ഫോളോ ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ കാര്യമാണ് സോഫ്റ്റ് സ്കിൽസ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതാണ് സോഫ്റ്റ് സ്കിൽസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്ലാസ്സിലിരിക്കുകയാണ്, ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്, എന്തെങ്കിലും ടീച്ചർ എടുത്തൊരു തെറ്റ് പറ്റി. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഓക്കെ തെറ്റാന്ന് നമുക്ക് അറിയായിരിക്കും, പക്ഷേ നമ്മളൊന്നും മിണ്ടില്ല. ചിലപ്പോൾ നമ്മൾ റിയാക്ടിങ് ടീച്ചർ അത് ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കും. അത് നല്ലൊരു ഹാബിറ്റാണ്. അതൊരു ഹാബിറ്റായി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ചിലപ്പോൾ നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹാബിറ്റ് കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്കും ആ ഒരു ഹാബിറ്റ് കിട്ടും. അതൊരു നല്ലൊരു ഒരു സോഫ്റ്റ് സ്കില്ലായിട്ട് ഞാൻ നല്ലൊരു സോഫ്റ്റ് സ്കില്ലായിട്ട് കാണുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ, നമ്മളെങ്ങനെ സംസാരിക്കുന്നു, നമ്മുടെ തോട്ട് പ്രോസസ്സുകൾ, പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് എങ്ങനെ സംസാരിക്കുന്നു, ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതൊക്കെ സോഫ്റ്റ് സ്കില്ലാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഹാബിച്വലി നമ്മൾ ലൈക്ക് ഒരു ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കണം. ഇപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ്സും സെമിനാറൊക്കെ വരുമ്പോൾ ശരിക്കും അതിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ എന്താണ്, ഇതേപോലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യലാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ചെറിയ പരിപാടി കാണിച്ചിട്ട് ഒരു സെമിനാർ അസൈൻമെൻറ്റൊക്കെ പെട്ടെന്ന് വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റേഷൻ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യും. ശരിക്കും അതിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ ഇതാണ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, ശരിക്കും നല്ല രീതിക്ക് എഫേർട്ട് ഇടണം. എന്നാലും നമ്മൾ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ആദ്യമായിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. എനിക്കൊക്കെ ഞാനിതൊരു അത്രത്തോളം സോഫ്റ്റ് സ്കില്ലുള്ള കുട്ടികളെ കണ്ടിട്ടില്ല. ഭയങ്കര അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ, ടൈം മാനേജ്മെൻറ്റൊക്കെ അടിപൊളിയാണ്. ഒരാൾ സ്റ്റേജിൽ കയറി അങ്ങനെ സംസാരിക്കണം, സ്റ്റേജിലുണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ മാനേജ് ചെയ്യാൻ അറിയാം. ഇപ്പോൾ ഒരു ചെയർ ഉണ്ട്, മേ ബി 3 ചെയറേ ഉള്ളൂ, 4 ഗസ്റ്റ് ഉണ്ട്, നമ്മളെങ്ങനെ മാനേജ് ചെയ്യും? അതൊക്കെ ഒരു സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമാണ്. അതൊക്കെ നമുക്ക് കോളേജിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ, കോളേജിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഫെസ്റ്റിവൽസ് നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ 3rd ഇയേഴ്സ് ആകുമ്പോൾ നമ്മളായിരിക്കും ചിലപ്പോൾ മാനേജ് ചെയ്യുക. അതെങ്ങനെ മാനേജ്, ഇതൊക്കെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമാണ്. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, മറിച്ച് ഒരു ഹാബിറ്റായിട്ട് ഫസ്റ്റ് ഇയർ മുതലേ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത്. ഒരു 1-2 ഇയേഴ്സിനുള്ളൊക്കെ നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. സോഫ്റ്റ് സ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത് ഞാൻ പറഞ്ഞ ലൈക്ക് കോളേജ് നമ്മൾ എന്താണ് വിഷയം പഠിക്കുന്നത് അതിലുള്ള സ്കിൽ, അത് നമ്മൾ പഠിച്ചു. എനിക്ക് ഈ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ മുമ്പ് ഒരു ഫെലോഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് രാവിലെ 6 മണിക്ക് 7 മണിയൊക്കെ ആകുമ്പം സെഷൻസ് തുടങ്ങും. കറക്റ്റ് 8 മണിക്കാണ് പിന്നെ അടുത്ത സെഷൻ ഉണ്ടാവും. ഫസ്റ്റ് സെഷൻ മൊത്തം നമ്മളെ ആ ഒരു ഡേ എങ്ങനെ ഓണാക്കാം എന്നുള്ള തരത്തിലായിരിക്കും. അതിൽ എല്ലാം ടൈം ബൗണ്ട് ആയിരിക്കും. 5 മിനിറ്റ് നമ്മൾ ജേർണൽ ചെയ്യണം, 5 മിനിറ്റ് നമ്മൾ മൈൻഡ്ഫുൾനെസ് ചെയ്യണം. അങ്ങനെ എല്ലാം ടൈം ബൗണ്ട് ആയിട്ടുള്ള പരിപാടികൾ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അത്രയ്ക്കും ഒരു ടൈം സ്കെഡ്യൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളത്. അങ്ങനെ ഒരു 2 ആഴ്ചത്തെ ഒരു ഓറിയൻറ്റേഷൻ പരിപാടിയായിരുന്നു ആ ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള. അങ്ങനെ അതിലുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് അത്രയും വൃത്തിക്ക് അതിനുശേഷം എൻ്റെ ഒരു ഫെലോഷിപ്പ് പീരീഡ് 13 months ആയിരുന്നു. ഈ ഒരു ഓറിയൻറ്റേഷൻ പീരീഡിലുള്ള ആ ഒരു ടൈം മാനേജ്മെൻറ്റ്, രാവിലെ ഒരു മണിക്കൂറിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ടൈം മാനേജ്മെൻറ്റ് അതിൻ്റെ ടോട്ടലി ഉള്ള ഒരു 13 മാസത്തെ ഫെലോഷിപ്പിനെ ഒരു വളരെ നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും, നല്ല ഹെൽപ്ഫുള്ളായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് അത്രയ്ക്കും എഫക്റ്റീവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അന്നാണ്. അതുപോലെ നമ്മൾ സ്കിൽസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കുറേ സ്കില്ലുണ്ടാവും. പക്ഷേങ്കിൽ അത് നമ്മൾ വേറൊരാളുടെ നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതിനുള്ളതിനനുസരിച്ചായിരിക്കും നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെങ്ങനെ സെല്ല് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ജോബ് മാർക്കറ്റിലോ അല്ലെ സ്റ്റഡീസിലോ എവിടെയായാലും നമ്മൾ എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുള്ളതാണ്. ഈ സ്കില്ലുകളുടെ ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ ജോബ് മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV വേണം. അപ്പം അതിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു സ്കില്ലുണ്ട് എന്ന് മെൻഷൻ ചെയ്യുന്നതിന് പകരം ആ ഒരു സ്കില്ലൊക്കെ സർട്ടിഫൈ ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആവും, അല്ലെങ്കിൽ അതൊരു ഒതൻറ്റിക് ആവും എന്നുള്ള ഒരു തോന്നലുണ്ട് എനിക്ക്. നമ്മൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടും, നമുക്ക് ഓരോ സ്കിൽസ് പരമായിട്ടുള്ള. UNO ഒക്കെ ഞാൻ ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടാണ്. ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു പ്യുവർലി ഒരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുമ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഇൻറ്റേൺഷിപ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ, അതുപോലെ ഇന്ത്യയിൽ തന്നെയുള്ള കുറേ യൂണിവേഴ്സിറ്റീസിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആവും. നമ്മുടെ
ഒരു നമ്മൾ എന്താണ് പഠിക്കുന്നത് ആ ഒരു സബ്ജക്റ്റ് പരമായിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് സ്കില്ലുകളുള്ളത് ആ ഒരു സ്കില്ല് പരമായിട്ടുള്ളതും നമുക്ക് സർട്ടിഫിക്കറ്റ്സ് അവൈലബിൾ ആവും. അങ്ങനെ ഒരു നമ്മുടെ സ്കില്ലുകളെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു സർട്ടിഫൈ ചെയ്യാന്നുള്ള ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരു ജോബ് മാർക്കറ്റ് ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവുക? തീർച്ചയായിട്ടും സർട്ടിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, നമ്മൾ ഏത് CV എടുത്തു കഴിഞ്ഞാലും അതിൽ ഏകദേശം എല്ലാ സർട്ടിഫിക്കേഷൻസും ഉണ്ടാവും. ലൈക്ക് കുട്ടികൾ ഒരുപാട് കോഴ്സുകൾ സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. മെയിൻലി കോഴ്സറ ഉണ്ടാവും, യുഡമി ഉണ്ടാവും, അതേപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസിന് ഉണ്ടാവും. സോ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം കൂടെ, സർട്ടിഫിക്കറ്റ് കിട്ടുന്ന അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻസ് അറിയുക എന്നുള്ളത്. അതിപ്പം എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു കോളേജിൽ പഠിച്ചിറങ്ങും ഒരു എക്സാം എഴുതി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന അത്രത്തോളം വാല്യൂ നമ്മൾ ഇതേപോലെ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിന് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂവർ ആണെങ്കിൽ എൻ്റെ CVയിൽ ഞാൻ ആദ്യം സ്കിൽസ് കാണുമ്പോൾ ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. സോ നിങ്ങൾ വെറുതെ നമ്മളങ്ങനെ സർട്ടിഫൈ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് അതിനുള്ള ഒരു വിവരം ഉണ്ടായിട്ടാണ് നമ്മളത് സർട്ടിഫൈ ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുറച്ചും കൂടെ ഒതൻറ്റിക് എന്നല്ല, കുറച്ചും കൂടെ വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻസ് ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ചും കൂടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല ബിസിനസ്, ഇപ്പോൾ IIM അഹമ്മദാബാദ്, ISP ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ലൈക്ക് തേർഡ് പാർട്ടി അല്ലെങ്കിൽ അതർ കമ്പനീസായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരിതേപോലെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. 3 months 4 months എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലൈക്ക് മാർക്കറ്റിൽ നമുക്ക്, നിങ്ങൾ കോഡിങ്ങിന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ IIT മദ്രാസിൻ്റെ ഓൺലൈൻ കോഴ്സ് അവർ കുറേ ചെയ്തിട്ട് 3 വർഷം പഠിക്കുകയാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. 4 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് BTechൻ്റെ സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നുന്നു, അത് കിട്ടും 4 വർഷം പഠിക്കുകയാണെങ്കിൽ. സോ ലൈക്ക് എനിക്കൊന്ന് ഭയങ്കര എക്സ്പെൻസീവും അല്ല, പക്ഷേ അടിപൊളി ക്വാളിറ്റിയുള്ള കണ്ടൻറ്റാണ്. നല്ല സർട്ടിഫിക്കറ്റ് അവർ തേർഡ് പാർട്ടി ആയിട്ടൊന്നും കൊളാബറേറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ചെയ്യുന്നതാണ്. സോ അതേപോലുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ വേറെന്താ സർട്ടിഫിക്കറ്റ്സ്, ഓക്കെ. നമ്മൾ ഹാർഡ്വേർഡ് ഓൺലൈനിൽ ജസ്റ്റ് പോയി നോക്കുക, അതിൽ കോഴ്സുകൾ ഒരുപാട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, edXൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സാണ്, അല്ലെങ്കിൽ കുറേ കാലമായി ഡിമാൻഡുള്ള കോഴ്സാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. അതിൽ തന്നെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷേ ജനറലി നിങ്ങൾക്കൊരു എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്, ഹാർഡ്വേർഡിന് CS50 എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, edXൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ വൺ ഓഫ് ദ ടോപ്പ് കണ്ടൻറ്റ് അതാണ്. നമ്മൾ വെറുതെ പെയ്ഡായിട്ട് പുറത്ത് ചെയ്യണമെന്നൊന്നുമില്ല, അത് ചെയ്തിട്ട് അതിൻ്റെ നോളജ് ഉണ്ടായാൽ മതി. നമുക്ക് CVയിൽ മെൻഷൻ ചെയ്യാമല്ലോ ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു CS50 സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മളെന്തോ പേയ്മെൻറ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ CVയിൽ മെൻഷൻ ചെയ്താൽ മതി, ഞാൻ ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ rather than നമ്മൾ കോഴ്സറയിലൂടെമിയിലൊക്കെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അതിലും നല്ല ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ലൈക്ക് അറ്റൻ ഞാൻ പറയാൻ നോക്കുന്നത്, കോഴ്സ് ചെയ്യുന്ന എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നോളേജ് ഉണ്ടാക്കൽ, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഒരു ഡിഗ്രി സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലൊരു സാഹചര്യത്തിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്തുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഡിസ്കസ് ചെയ്യാത്തതുമായിട്ടുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. കുട്ടികൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസിലേക്ക് അവരെ ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് എത്തുന്നില്ല. ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല, എന്നാലും കുട്ടികൾ അങ്ങനെ എത്താത്തതിൻ്റെ ഒരു പ്രശ്നം എന്തായിരിക്കും? എനിക്കൊന്ന് അറിയാഞ്ഞിട്ടാണ്, ഓപ്പർച്യൂണിറ്റീസ് അറിയാഞ്ഞിട്ടാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഏതൊക്കെ സ്കിൽസാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് ക്യാപ്പബിൾ ആവുക അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കുക, അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലിങ്ക്ഡിനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് ഡിമാൻഡ് സ്കിൽസ് കിട്ടും. ഏതൊക്കെയാണ് ഏറ്റവും ഡിമാൻഡുള്ള സ്കിൽസ്. ലിങ്ക്ഡിൻ മാത്രമല്ല, ലൈക്ക് ഒരുപാട് ഒതൻറ്റിക് വെബ്സൈറ്റ്സ് പറയുന്നുണ്ട് ഇതൊക്കെയാണ് ടോപ്പ് ഡിമാൻഡ് സ്കിൽസ് എന്നുള്ളത്. മേ ബി വീഡിയോ എഡിറ്റിംഗ് അതിലൊന്നുണ്ട്, കണ്ടൻറ് ക്രിയേഷൻ ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഉണ്ട്, AI ഉണ്ട്, ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന സ്കിൽസ് സെലക്ട് ചെയ്യുക, അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. കോഴ്സറയോ യുഡമിയോ ഇതേപോലുള്ള ഏതെങ്കിലും ഓപ്പൺ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്, ഏറ്റവും നല്ല കണ്ടൻസ് ആയാലും അവൈലബിൾ ആണ്. അതിൽ നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റും, സാധനം പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊക്കെ ചെയ്തിരുന്നത് ഇൻറ്റേൺശാല എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇൻറ്റേൺശാലയിൽ ജോയിൻ ചെയ്തിട്ട് ഏതാണോ ഞാൻ പഠിച്ച സ്കിൽസ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും 2-3 സർട്ടിഫിക്കേഷൻസ് ഉണ്ടാക്കുക, അതിൽ നോളജ് ഉണ്ടാക്കുക. ഇൻറ്റേൺശാലയിൽ പോവുക, അല്ലെങ്കിൽ കുറേ ഇൻറ്റേൺഷിപ്പ് ഓഫർ ചെയ്യുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്, ഏതെങ്കിലും ഒന്നിൽ പോവുക. കീവേഡ് ലൈക്ക് ഏതാണോ, ഇപ്പോൾ എനിക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ സെർച്ച് ചെയ്യുക സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് ആണ് സെർച്ച് ചെയ്യുക. തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല, ഏതെങ്കിലും അൺപെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ഓപ്റ്റ് ചെയ്യുക. നമ്മൾ 2-3 മാസം അതിൽ വർക്ക് ചെയ്യുക. സെയിം ഇൻറ്റേൺഷിപ്പിൽ പിന്നെയും ഏതെങ്കിലും ചെറിയ പെയ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ നോക്കുക, അതിൽ അപ്ലൈ ചെയ്യുക.
അങ്ങനെ ഇവഞ്ച്വലി നമ്മൾ കുറച്ച് ഇൻറ്റേൺഷിപ്പും ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കമ്പനികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ മേ ബി നല്ല സ്റ്റാർട്ടപ്പ്സിൽ അപ്ലൈ ചെയ്താൽ മതി. എനിക്ക് ഇത്രയൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. നമ്മൾ ലൈക്ക് ലിങ്ക്ഡിനിൽ പോവുക, സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടർ ആരാന്ന് നോക്കുക, ഓപ്പണിംഗ് ഉണ്ടോ എന്ന് നോക്കുക, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ അവരുടെ ഫൗണ്ടർ അവരുടെ കീ മെമ്പേഴ്സ് ലിങ്ക്ഡിനിൽ പോയി നോക്കുക, അവർക്ക് മെസ്സേജ് അയക്കുക ലിങ്ക്ഡിനിൽ എനിക്ക് ഇന്നൊക്കെ സ്കില്ലുണ്ട്, ഒരു ചെറിയ ഓപ്പണിംഗ് തരുമോ, അങ്ങനെയൊക്കെ ചോദിക്കുക. ഭയങ്കര കോമ്പറ്റീഷനാണ്. സോ നമുക്ക് ഇങ്ങനത്തെ സ്റ്റെപ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. കോൾഡ് മെയിൽ ചെയ്യാന്ന് ഓഫ് കോഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അത്. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ഒരു ജോബ് കിട്ടാൻ അത്ര പ്രയാസമൊന്നുമില്ല. പക്ഷെ നല്ല ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചാൽ നാളെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടണം. മേ ബി ഒരു 6 months അല്ലെങ്കിൽ മേ ബി 1 year നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്സിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഡൽഹിയിലാണ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞത്. അപ്പം അവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്, നമ്മൾ അതിലേക്ക് എത്തുകയും ചെയ്യും. നമ്മൾ സ്വയം കണ്ടറിഞ്ഞെത്തുന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിധേന നമ്മൾ അതിലേക്ക് എത്തും. നമ്മുടെ കോളേജിൽ ഇൻറ്റേൺഷിപ്പ് സെൽസ് വർക്ക് ചെയ്യുന്നുണ്ടാവും, കരിയർ ഡെവലപ്മെൻറ്റ് സെൽസ് ഉണ്ടാവും. അങ്ങനെ ത്രൂ എനിഹൗ നമ്മൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മളെത്തും. നമ്മുടെ CV ഏറ്റവും ചുരുങ്ങി നമ്മളെ CV എങ്കിലും ഫില്ലാവും, നമ്മളെ പോർട്ട്ഫോളിയോ ബിൽഡാവും. അങ്ങനെ നമ്മളേതായാലും ഒരു 3 year നമ്മുടെ സ്കൂളിങ് കഴിഞ്ഞിട്ട് ഒരു 3 year ഡിഗ്രിക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു വലിയൊരു ടൈം പീരീഡാണത്. അപ്പം ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇൻറ്റേൺഷിപ്സിലൂടെ നമ്മൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളിങ്ങനെ ഇൻറ്റേൺഷിപ്സിലൂടെ നമ്മളെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് എനിക്ക് ഡൽഹിയിലുണ്ടായിരുന്നു. അതുപോലെ ഔട്ട് ഓഫ് കേരള ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഒരു ഓപ്ഷൻസ് കിട്ടുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ പിന്നെയും കുറച്ചുകൂടി അത് കുറച്ചുകൂടി ലിമിറ്റഡ് ആണ്. ഇങ്ങനെ നമ്മൾ ഡിഗ്രി സമയത്ത് നമ്മൾ ഇൻറ്റേൺഷിപ്സിലേക്ക് പോകുക എന്നുള്ളത്. ഞാൻ പിന്നെയും ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് കുറവാണ്. എന്നാൽ പോലും ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പം പോളിസി ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ കുറേ ഫെലോഷിപ്സ് പരിപാടികളുണ്ട്. അവരുടെ ചെറിയ ചെറിയ ഇൻറ്റേൺഷിപ്സ് ഉണ്ട്. ഓരോ കളക്ടറേറ്റിൻ്റെ കീഴിലും 3 months 4 months ഇൻറ്റേൺഷിപ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ നാട്ടിലും ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു ഓഫീസ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു പോളിസി ലെവലിൽ, ഒരു പബ്ലിക് പോളിസി ലെവൽ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലെവലിലൊക്കെ നമുക്ക് ഇൻറ്റേൺഷിപ്സ് അങ്ങനെ അവൈലബിൾ ഉണ്ട്. ഒരു ഏറ്റവും ചുരുങ്ങിയ 3 months ഇൻറ്റേൺഷിപ്സ് എങ്കിലും നമുക്ക് അവൈലബിൾ ഉണ്ട്. പക്ഷേ എങ്കിൽ കുട്ടികൾ അതിലേക്ക് എത്തുന്നില്ല എന്ന ഒരു വലിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. കുട്ടികൾ ഇവിടെയുണ്ട്, ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. ഇതിനിടയിൽ ഒരു ബ്രിഡ്ജ് ആവുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ അതിലേക്ക് എത്തുന്നില്ല എന്നൊരു വലിയൊരു പ്രശ്നമുണ്ട്. ഇത് ഈ ഒരു ഡിജിറ്റൽ കാര്യങ്ങൾ, നമ്മൾ കൊമേഴ്സ് പരമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയുണ്ട്. ഏത് ടൈപ്പ് ഓഫ് സബ്ജക്ട്സ് അക്കാദമിയിൽ നോക്കിയാലും നമ്മൾ ഒരു കേരള അറ്റ്മോസ്ഫിയറിൽ നോക്കുമ്പോൾ ഒരു ഇൻറ്റേൺഷിപ്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർക്ക് എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു ലിമിറ്റേഷൻസ് കുട്ടികൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ള എന്തെങ്കിലും ഒരു തോട്ട്? ഇൻറ്റേൺഷിപ്പ് സെൽസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ. രണ്ടാമത്, നിങ്ങളിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ട് കൂടെയുള്ള കുട്ടികളും നല്ല എക്സ്പോഷറുള്ള കുട്ടികളായിരിക്കും. സോ നിങ്ങളെ ഗ്രൂപ്പ് പൊതുവിൽ ഗ്രൂപ്പിൻ്റെ ആവറേജ് പൊതുവിൽ നല്ല എക്സ്പോഷർ ഉണ്ടാവാം. മേ ബി നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത്രത്തോളം എക്സ്പോഷർ ഉണ്ടാവില്ല. മേ ബി നിങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു ക്യാപിറ്റലിൽ പോയി പഠിക്കുമ്പോൾ ഒരുപാട് കമ്പനീസ് ചുറ്റുമുണ്ട്. സോ അങ്ങനത്തെ എക്സ്പോഷർ കൂടുതലായിരിക്കാം. ഇവിടെ ആ ഒരു അന്തരീക്ഷം മേ ബി കുറവായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വൺ ഓഫ് ദ റീസൺ. രണ്ടാമത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് കോളേജ് ഉണ്ട്. നമ്പർ ഓഫ് കോളേജ് ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു നമ്പർ ഓഫ് കോളേജ് നല്ല കൂടുതലാണ്. ഓക്കെ, നമ്പർ ഓഫ് കോളേജ് കൂടുതലാവും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസും കുറവായിരിക്കാം. മേ ബി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും കുറവായിരിക്കാം. ഈ 2 ഫാക്ടേഴ്സ് ആയിരിക്കാം. പക്ഷെ സ്റ്റിൽ ഇപ്പോൾ ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ കേരളത്തിൽ കുട്ടികൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു കൾച്ചർ ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം ഇവിടെയുണ്ട്. മേ ബി അതൊരു ഫാക്ടറായിരിക്കാം. അങ്ങനത്തെ കൾച്ചർ ഇവിടെ ഇല്ലായിരിക്കാം. എനിക്കിപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അത്രത്തോളം അറിയില്ല, പക്ഷേ മേ ബി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്സിലേക്ക് പോയിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ജോബിന് പോകാന്നുള്ളത് ഓക്കെ, പക്ഷേങ്കിൽ പഠിക്കുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്സിന് പോയിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു അന്തരീക്ഷം വളരെ കുറവാണ്. കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ലിമിറ്റഡ് ആയിട്ട്, ജനറലായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ട് കുട്ടികൾ സ്വയം തേടി പോയിട്ട് ചെയ്യുക എന്നുള്ളതുള്ളൂ. ഇവിടെ പൊതുവേ അങ്ങനെ ഒരു കൾച്ചർ കുട്ടികളുടെ ഭാഗത്ത് കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ അടുത്തൊക്കെ കുറച്ച് ജോബ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും പഠിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു VC വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അനലിസ്റ്റ്, VC അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഹൈ പേയിങ് ജോബാണ്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു വർഷം സ്റ്റാർട്ടിങ് തന്നെ ഒരു VC അനലിസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 30 ലക്ഷമൊക്കെയാണ് സ്റ്റാർട്ടിങ്. പക്ഷേ നല്ല സ്കില്ല് വേണം. അങ്ങനത്തെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊക്കെ ശരിക്ക്
ഈ അടുത്ത ഇങ്ങനത്തെ കോഴ്സ് ലൈക്ക് ഇങ്ങനത്തെ ഓപ്പണിങ്സിനെ കുറിച്ച് അറിഞ്ഞത്. ഇതിന് നമ്മളങ്ങനെ ബികോം പഠിക്കണമെന്നോ ഫിനാൻസ് പഠിക്കണമെന്നൊന്നുമില്ല. നമുക്ക് നല്ല സ്കില്ലുണ്ടായാൽ മതി, നല്ല അനലിറ്റിക്കൽ സ്കില്ലും അത്യാവശ്യം ബേസിക്കലി ഫിനാൻസിൻ്റെ നോളജും കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ MBA പഠിച്ചതാണ്. സ്റ്റിൽ ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഫിനാൻസും കാര്യങ്ങളൊക്കെ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ്. യൂട്യൂബിൽ നല്ല കോഴ്സുകളുണ്ടായിരുന്നു. എനിക്ക് എക്കണോമിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചത്, നല്ല രസമായിരുന്നു പഠിക്കാൻ. യൂട്യൂബിൽ ഒരുപാട് കോഴ്സുണ്ട്. സോ ഞാൻ മനസ്സിലാക്കി ഇതേപോലെ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ട്രൈ ചെയ്തിരുന്നു എങ്ങനെ VC അനലിസ്റ്റ് ആവാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നല്ല കോളേജിൽ നിന്ന് വരണമെന്നൊന്നുമില്ല, ഏറ്റവും ടോപ്പ് ടയർ കോളേജ് ആവണമെന്നില്ല. പോസ്റ്റ് കോവിഡ് ഇറയിൽ ഫുള്ള് ഡിജിറ്റലാണല്ലോ. അപ്പം ഞങ്ങൾക്കെല്ലാം സ്റ്റുഡൻസ് മെയിൽ ഉണ്ടാവുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളിലേക്ക്, അതായത് നമ്മൾ ആ ഒരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ കിട്ടാത്ത കുറേ ആക്സസ്സുകൾ നമുക്ക് സ്റ്റുഡൻസ് ആകുമ്പോൾ മാത്രം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ നമ്മുടെ പ്രൊഫഷണലി ഉള്ളൊരു പാത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ കാര്യം. ഇങ്ങനെ കമ്പനീസ് നമുക്ക് ഇങ്ങനെ ഓഫർ തരുന്നുണ്ടാവും, അത് നമ്മൾ സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എഗ്രി ചെയ്യുന്നു. ലൈക്ക് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ പോലും അവരുടെ കരിയർ പേജിൽ പോവുക, ലൈക്ക് അവരുടെ വെബ്സൈറ്റിൽ പോവുക, അവരുടെ കരിയർ പേജിൽ പോവുക. ലൈക്ക് ഏകദേശം എല്ലാ നല്ല കമ്പനീസിനും ഒരു പോർട്ടലുണ്ടാവും ഇൻറ്റേൺഷിപ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസിനായിട്ട് ഓഫർ ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ അതായത് സ്കില്ലിനെ സംസാരിച്ചപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ നല്ല യൂണിവേഴ്സിറ്റികളിലോ നല്ല കോളേജിലോ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കമ്പനികളിലേക്ക് ജോയിൻ ചെയ്യാൻ കുറച്ചും കൂടെ സുഖമാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്യാമ്പസിൽ കമ്പനികൾ വരും, എന്നിട്ട് നമുക്ക് എടുത്തു പോകും. ഇങ്ങനത്തെ നല്ല കോളേജിൽ പഠിച്ചില്ലെങ്കിൽ നമുക്കവിടെ ജോയിൻ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഇപ്പോൾ മേ ബി മെക്കൻസി, ഒരു വൺ ഓഫ് ദ ബിഗ് കൺസൾട്ടിങ് കമ്പനീസാണ്. മെക്കൻസി വന്നു, എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ എടുത്തു പോയി. എനിക്ക് എൻ്റെ സെയിം സ്കിൽ സെറ്റുള്ള ഒരാൾ വേറൊരു കോളേജിൽ പഠിച്ചു. ഇത്രത്തോളം ഒരു എന്താ പറയുക റാങ്കിങ് ഇല്ലാത്തൊരു കോളേജിലാണ് പഠിച്ചത്. എൻ്റെ സെയിം സ്കിൽ സെറ്റുള്ള ഒരാൾ, അയാൾക്ക് എൻ്റെ സെയിം സ്കിൽ സെറ്റാണ് മെക്കൻസിയിൽ കിട്ടും. പക്ഷേ എനിക്ക് കിട്ടുക അത്ര എളുപ്പമായിരിക്കില്ല. കാരണം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജ് സിമ്പിളാക്കി തരും. അതൊക്കെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും കയറാൻ വേണ്ടിയിട്ട്. സോ അതാണ് നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫർ ചെയ്യുന്നതിലുള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളും ഏകദേശം എന്താ പറയുക കുറച്ചും കൂടെ നമ്മുടെ ഗ്രൂപ്പ് കുറച്ചും കൂടെ സ്ട്രോങ് ആവും, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ സ്ട്രോങ് ആവും. സോ നമ്മൾ പഠിക്കുമ്പോൾ സ്കില്ല് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു കോളേജും. ലൈക്ക് ഇറ്റ്സ് ബെറ്റർ ടു ഗോ ടു എ ഗുഡ് കോളേജ്. അതിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയും അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ പഠിച്ച ഒരു ഫ്രണ്ടും, ഞങ്ങൾ രണ്ടാളും അപ്ലൈ ചെയ്ത സ്ഥലത്ത് അവൻ എന്നെക്കാൾ കുറച്ചുകൂടി മാർക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി, അവന് കിട്ടിയില്ല. അതിൻ്റെ ഒരു ഫാക്ടർ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാൻഡിങ് എന്നുള്ളൊരു കാര്യമുണ്ട്. എന്നാൽ പോലും നമ്മൾ സ്വയം എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് കാര്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ സ്വയം നമ്മൾ എഫേർട്ട് ഇടുന്ന ഹാർഡ് വർക്ക് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് മാറ്ററാണ്. എന്നാൽ പോലും ആ ഒരു കാര്യത്തെ നമുക്ക് കവച്ച് വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ നല്ല യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബെറ്റർ എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലത്ത് പഠിക്കലാണ്. പിന്നെ വേറൊന്നും കൂടെ, നമ്മളിപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ എയിം ചെയ്തിരുന്നത് ഇന്ത്യയിൽ മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. എനിക്ക് അത്രത്തോളം നോളജ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ലൈക്ക് നമ്മൾ ശരിക്കും നോക്കുമ്പോൾ വേൾഡ് റാങ്കിങ് നോക്കിയിട്ട് നമുക്ക് നല്ല യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് പുറത്ത് പോകാം, PGക്ക് തന്നെ പുറത്ത് പോകാം നല്ല യൂണിവേഴ്സിറ്റികളിൽ. സോ എനിക്ക് തോന്നുന്നത് ആ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ലൈക്ക് ഇപ്പോൾ എനിക്ക് അനിയനുണ്ട്, എന്നോട് ഇപ്പോൾ തന്നെ പറയും, PGക്ക് പോവുകയാണെങ്കിൽ നീ ഇപ്പം അവന് മാത്സാണ് എടുത്ത ഡിഗ്രിക്ക്. അപ്പോൾ അവൻ PGക്ക് ലൈക്ക് എന്താ പറയുക IITസോ അല്ലെങ്കിൽ ഐസറോ, ഞാൻ പറഞ്ഞു അതിനെക്കാട്ടൊക്കെ പുറത്ത് നീ വേൾഡ് റാങ്കിങ് എടുത്തിട്ട് അതിനെക്കാട്ടും നല്ല യൂണിവേഴ്സിറ്റിയിൽ നോക്കി നോക്ക്, മേ ബി കിട്ടുകയാണെങ്കിൽ. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. എൻ്റെ മൈൻഡ് സെറ്റല്ലാണ്. ഔട്ട് ഓഫ് കേരളയാണ് പഠിക്കുന്നതെന്ന് പറയുമ്പം വരുന്ന ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യനാണ് എന്തുകൊണ്ട് ഇവിടെ കിട്ടിയില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലായിട്ട് നമുക്കിപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാം ചോദിക്കും ആൾക്കാർ. നമ്മൾ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് പ്രത്യേകിച്ച് ചെറുപ്പത്തിലുള്ള ഒരു പാഷന് മാറിയിട്ട് നമ്മളിങ്ങനെ ഗ്രോ ആവുന്നതിനനുസരിച്ച് നമ്മുടെ പാഷൻസ് മാറും. നമ്മൾ അതിനനുസരിച്ചുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ഈവൻ നമ്മുടെ മുന്നേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്കിൽസിനുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് കമ്മിങ് ഫ്യൂച്ചറിൽ നമുക്ക് ഉപകാരം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്യൂച്ചറും പാഷനും എയിംസും സ്കില്ലും ഒക്കെ ഉള്ളൊരു സമയത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത്. എൻ്റെ ഒരു 90% സുഹൃത്തുക്കളും അല്ലെങ്കിൽ 90% സുഹൃത്തുക്കളും ഇതേപോലെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവരിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, അവിടെ എത്തുമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ അത് പ്ലാനിങ്ങിലുണ്ടായിരുന്ന കാര്യമല്ല. മേ ബി നമ്മൾ നമുക്ക് ഓക്കെ ഒരു സിനാരിയോ നമുക്ക് ചെറുപ്പത്തിലൊരു എയിം ഉണ്ടാവാം ഇവിടെ എത്തണം എന്ന് വിചാരിച്ചിട്ട്, അതിലുള്ള സ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇവഞ്ച്വലി നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് വഴിയോ കോളേജ് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് വഴി നമുക്ക് എല്ലാം ഇത് തന്നെയാണ്, പക്ഷേ അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മളിപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ ആണ് നമ്മുടെ ഫീൽഡ് ഇതല്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഫീൽഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ
ഡെവലപ്മെൻറ്റ് സെയിം തന്നെ ആണല്ലോ. നമ്മൾ ഗൂഗിളിൽ പോവുക അല്ലെങ്കിൽ യൂട്യൂബിൽ പോവുക പഠിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക പഠിക്കുക, ഈ ഒരു സാധനം. മൂന്നാമത്തെ നമ്മൾ വർക്കിന് ജോയിൻ ചെയ്തു, എവിടെയെങ്കിലും നമുക്ക് വർക്ക് കിട്ടി ജോയിൻ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇതല്ല എൻ്റെ ഫീൽഡ് മറ്റേതാണ്. സ്റ്റിൽ ഈ സെയിം മെത്തഡോളജി ആണല്ലോ വരിക. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ ഞാനൊരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ സ്ട്രോങ് നല്ല ഡെവലപ്പേഴ്സിനെ ഞാൻ കണ്ടത് ആരും കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളല്ല. ഈവൻ സയൻസ് ഫീൽഡിൽ ഇല്ലാത്ത ആളുകൾ പോലും ഞാൻ നല്ല ഡെവലപ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്, കുറേ ഡെവലപ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളുകൾ നല്ല രീതിക്ക് കോഡ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ മീഡിയ വന്നപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫിംഗർ ടിപ്സിലുണ്ട്. ഇപ്പോൾ അവരോടൊക്കെ ഞാൻ സംസാരിച്ച സെയിം യൂട്യൂബ് നോക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കോഴ്സ് ഏതെങ്കിലും ഈ ഹാർഡ്വേർഡ് CS50 ഒക്കെ എടുത്ത് യൂട്യൂബ് നോക്കി ചെറിയ പ്രൊജക്ട്സ് ചെയ്തിട്ടാണ് ഇവരൊക്കെ പഠിച്ചത്. സോ നമ്മൾ എത്ര ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീൽഡ് മാറാനിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനൊക്കെ മാൻഡേറ്ററി ആയിട്ട് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് ഇവർക്കെല്ലാം കോമണായി ഞാൻ കണ്ട കോമൺ സ്കിൽ എന്ന് പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളാണ്, നല്ല സോഫ്റ്റ് സ്കില്ലുള്ള ആളുകളാണ്. ഈ നോളേജാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. കമ്പൾസറി ആയിട്ട് വേണ്ടത് എനിക്ക് തോന്നുന്നത് മറ്റ് 2 സ്കിൽസാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. നമുക്ക് ഏത് കാലത്തും ഉപയോഗപ്പെടുന്ന സ്കിൽസാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും നമുക്ക് അതുകൊണ്ട് നഷ്ടമില്ലാത്ത സ്കിൽസാണ് നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും ഒക്കെ. നമ്മളത് ഈ ഒരു ഞാൻ ഡിഗ്രി സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചോദിക്കാം, ഈ ഒരു 3 ഇയർ ടൈമുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് കംപ്ലീറ്റ് ആയ കുട്ടികൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഒരു 3 ഇയർ ടൈം അല്ലെങ്കിൽ അതിൻ്റെ വെരി റീസെൻ്റ് ആയിട്ടുള്ള ടൈം, ഈ ഒരു സമയം ഇവർക്ക് ഇങ്ങനത്തെ ഒരു സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, ഇതിനവർക്ക് ഏതൊക്കെ ഫീൽഡ് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടർ നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെ എനിക്കൊന്ന് ഇപ്പോൾ ഈ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത്, ഇപ്പോൾ എന്നെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഫുള്ള് ടൈപ്പ് ചെയ്ത് വെക്കുക, ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ChatGPT ജെമിനിയിൽ ഏതെങ്കിലും അപ്ലോഡ് ചെയ്യുക. നമ്മളൊരു വോയിസ് ആയിട്ട് വേണം, ഇപ്പോൾ ഇംഗ്ലീഷാണ് പ്രശ്നമെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുക അതിനോട്, എന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കുക അനലൈസ് ചെയ്യാൻ എൻ്റെ എത്രത്തോളം സ്കില്ലുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി അത് മാത്രം റിലേ ചെയ്യരുത്. നമ്മൾ ബാക്കി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ചെയ്ത ആളുകളോട് പോയി ചോദിക്കുക. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ കണ്ട് അവരോട് ചോദിക്കുക നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിൻ്റെ കൂടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ തന്നെ അങ്ങനെ സ്കില്ലുള്ള ഒരാളുണ്ടാവും, അവരോട് ചോദിക്കുക എങ്ങനെ ചെയ്യാന്നുള്ളത്. സോ മേ ബി അങ്ങനെ ചെയ്ത സക്സസ് ആയിട്ടുള്ള ആളുകളോട് ചോദിക്കുക, ഗൂഗിൾ ചെയ്യുക, ChatGPT ചോദിക്കുക. സോ എനിക്കൊന്നത് ഇപ്പം അതൊക്കെ തന്നെ മതി. ഏറ്റവും നല്ല എക്സ്പേർട്സ് ആൻസർ അവർ തന്നെ തരും, ChatGPT ഒക്കെ തരും. സോ അത് വെച്ച് ഫോളോ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഒരുപാട് പേയ്മെൻറ്റ് കൊടുത്ത് ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ഏറ്റവും നല്ല കണ്ടൻസ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, അത് ഫോളോ ചെയ്യുക. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ്റെയും സോഫ്റ്റ് സ്കില്ലിൻ്റെയൊക്കെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ പഠിച്ചെടുത്തിട്ട് കാര്യമില്ല, പ്രാക്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് പറഞ്ഞിട്ടൊരു നിങ്ങൾ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ ടോസ്റ്റ് മാസ്റ്റർ. അപ്പം ഏതെങ്കിലും ഒരു വിഷയം ഞങ്ങൾക്ക് തരും, ഓക്കെ, ആലോചിക്കാൻ 10 സെക്കൻഡൊക്കെ തരും സമയം. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഡ്യൂറേഷൻ, എനിക്ക് വന്നത് 2 മിനിറ്റ് നിങ്ങൾ നിർത്താതെ ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം. ഡെയിലി നമ്മൾ ആ ഒരു സാധനം പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഒരു 2 മന്ത്സിനുള്ള ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ആപ്ലിക്കേഷനാണ് അല്ല, ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ. നിങ്ങൾക്ക് അങ്ങനെ ഓഫ്ലൈനായിട്ട് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ എൻ്റെ കമ്പനിയുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ടോസ്റ്റ് മാസ്റ്റർ സെഷൻ ഇങ്ങനെ അറിഞ്ഞതെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ട്രെയിനറൊക്കെ ചെന്നൈയിൽ ആ കമ്മ്യൂണിറ്റിയുടെ ലീഡായിരുന്നു. സോ അവരിങ്ങനെ ഇടയ്ക്ക് കൂടും, ഇതേപോലെ സംസാരിക്കും, ജഡ്ജ് ചെയ്യും. നമ്മൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ നല്ല അടിപൊളി വീഡിയോസൊക്കെ ഉണ്ട്, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത്. അതൊക്കെ ഹെൽപ്പ് ചെയ്യും.